കേരളത്തിലേക്കുള്ള ഹൈബ്രിഡ് കഞ്ചാവ് കടത്തുകൾക്ക് പിന്നിൽ രാജ്യാന്തര സംഘങ്ങൾ. കോടികൾ മറിയുന്ന ഇടപാടിൽ സിനിമാ മേഖലയിലുള്ളവരടക്കം കണ്ണികൾ. മലേഷ്യയിൽ നിന്നും തായ്ലൻഡിൽ നിന്നുമാണ് ഹൈബ്രിഡ് കഞ്ചാവുകൾ കൂടുതലെത്തുന്നത്. കഴിഞ്ഞ 6 മാസത്തിനിടയിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ തന്നെ വർദ്ധിച്ചു വരുന്ന ഹൈബ്രിഡ് കഞ്ചാവ് കടത്ത് വ്യക്തമാകും. കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ നിരവധി ഹൈബ്രിഡ് കഞ്ചാവ് വേട്ടകൾ നടന്നിരുന്നു. കേരളത്തിലേക്ക് ഹൈബ്രിഡ് കഞ്ചാവ് എത്തുന്നത് പ്രധാനമായും മലേഷ്യയിൽ നിന്നും തായ്ലാന്റിൽ നിന്നുമാണ്. പ്രത്യേക ഊഷ്മാവിൽ കഞ്ചാവ് പരിപാലിച്ചാണ് ഹൈബ്രിഡ് കഞ്ചാവിന്റെ ഉൽപാദനം. ഹൈബ്രിഡിൽ സിന്തറ്റിക് ലഹരിയും ചേർത്താണ് വിൽപ്പന. ചതുരക്കട്ടകളായി കടത്തിക്കൊണ്ടുവന്ന് ചെറിയ ഉരുളകളാക്കിയാണ് വിൽപ്പന. സിനിമാ മേഖലയിലുള്ളവരടക്കം ലഹരി ഇടപാടിന്റെ കണ്ണികളായി മാറുകയാണ്. സ്വർണ്ണക്കടത്തിൽ നിന്നുള്ള സാമ്പത്തിക നേട്ടം കുറഞ്ഞതോടെ കള്ളക്കടത്ത് സംഘങ്ങൾ പലതും ഹൈബ്രിഡ് കഞ്ചാവ് കടത്തിലേക്ക് തിരിഞ്ഞു. കൊച്ചി വിമാനത്താവളം വഴി മാത്രമല്ല, കോഴിക്കോട്, തിരുവനന്തപുരം വിമാനത്താവളങ്ങൾ വഴിയും ലഹരിക്കടത്തുകൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ നവംബറിലെ കണക്കുകളിൽ 10 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് ലഹരി സംഘങ്ങൾ കടത്തിയിട്ടുണ്ട്. DRIയും NCBയും എല്ലാം ജാഗ്രത പുലർത്തുമ്പോൾ തന്നെയാണ് ലഹരിക്കടത്തുകൾ വർദ്ധിക്കുന്നത്. ജനം, കൊച്ചി.